ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മോശം പ്രകടനത്തിൽ ആരാധകർ എല്ലാവരും അസംതൃപ്തരാണ്. ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള പ്രതിഷേധം ഇപ്പോൾ നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലാണ് നമുക്ക് ഈ ഒരു പ്രതിഷേധം കാണാൻ സാധിക്കുക. ആരാധക കൂട്ടായ്മകളായ മഞ്ഞപ്പടയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആർമിയും ഇപ്പോൾ ക്ലബ്ബ് മാനേജ്മെൻറ്റിനെതിരെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുതൽ മത്സരങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് ഇപ്പോൾ പല ആരാധകരും ആവശ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. എംടി സ്റ്റേഡിയം എന്ന ക്യാമ്പയിൻ ചില ആരാധകർ സോഷ്യൽ മീഡിയയിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കൊച്ചിയിലെ ഹോം മൈതാനത്ത് പോലും കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ തോൽവികൾ ഏറ്റുവാങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ആരാധകർക്ക് ഇപ്പോൾ മടുത്തു തുടങ്ങിയിട്ടുണ്ട്. ആരാധകരുടെ എണ്ണത്തിൽ വലിയ ഇടിവ് ഇതിനോടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വരും മത്സരങ്ങളിൽ ആ ഒരു ഇടിവ് വർദ്ധിക്കാനാണ് സാധ്യത. ഇത് മുൻകൂട്ടി കണ്ട കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മാറ്റം നടത്തി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് ആരാധകരെ സ്റ്റേഡിയത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ടിക്കറ്റ് വില ഇപ്പോൾ വലിയ തോതിൽ ബ്ലാസ്റ്റേഴ്സ് കുറച്ചിട്ടുണ്ട്. VIP ഗാലറി ഒഴികെയുള്ള ടിക്കറ്റുകൾക്കാണ് വില ഇപ്പോൾ കുറച്ചിട്ടുള്ളത്. സീസൺ ആരംഭിക്കുമ്പോൾ നോർത്ത് സൗത്ത് ഗാലറികളിലെ ടിക്കറ്റ് വില ചുരുങ്ങിയത് 300 രൂപയായിരുന്നു. അതുപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് ഗാലറികളിലെ ടിക്കറ്റ് നിരക്ക് 400 രൂപയായിരുന്നു. ലോവർ ഗാലറിയിലെ ടിക്കറ്റ് നിരക്ക് 750 രൂപയായിരുന്നു. ഇതിൽ എല്ലാം മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. 200 രൂപക്ക് വരെ ഇപ്പോൾ ടിക്കറ്റുകൾ അവൈലബിൾ ആണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്രയും വലിയ ഒരു മാറ്റമാണ് ക്ലബ്ബ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം കരുത്തരായ മോഹൻ ബഗാനെതിരെയാണ് കളിക്കുക. പക്ഷേ അത് മോഹൻ ബഗാന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് നടക്കുക. അതിനുശേഷം മറ്റൊരു കൊൽക്കത്തൻ ക്ലബ്ബായ മുഹമ്മദൻ എസ്സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ഒരു മത്സരം കളിക്കുന്നുണ്ട്. അതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ഹോം മത്സരം. ആ മത്സരത്തിന് വേണ്ടിയുള്ള ടിക്കറ്റ് വിലയിലാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാറ്റങ്ങൾ നടത്തിയിട്ടുള്ളത്. ഡിസംബർ 22-ാം തീയതി ഞായറാഴ്ചയാണ് ഈ ഒരു മത്സരം അരങ്ങേറുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.